ഓക്കെ, നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ നെറ്റുമായി ബന്ധപ്പെട്ട ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. നെറ്റ് അതല്ലെങ്കിൽ UGC നെറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് ക്ലിയർ അല്ലാത്ത ഒരു പിക്ചർ ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ, അതുപോലെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ആ, പരിശീലിച്ച് പോകുന്ന ആൾക്കാർക്ക് പോലും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതികളൊക്കെ കേൾക്കുന്ന ഒരു ഏരിയ ആണ് UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നത്? എന്താണ് ഈ എക്സാമിന്റെ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ എക്സാമിൽ എന്താണ് ഈ ഒരു അടുത്ത കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ ഇതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, അതല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ആദിൽ ഷാ. ഞാനൊരു 4-5 തവണ നെറ്റ് കണ്ടിന്യൂസ്ലി ക്ലിയർ ആകുന്ന ഒരു ആളാണ്. പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 25 കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അത് 14 കുട്ടികളോളം റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ്. ആദ്യം എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്നത് ഒരു രണ്ട് ബാച്ച്. ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം, കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ജൂണിലെ ബാച്ച് എന്ന് പറയുന്നത് വെറും 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 കുട്ടികൾക്കും റിസൾട്ട് ഉണ്ടാവുകയും, അതുപോലെ ആ, 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് JRF ഒരാൾക്ക് നെറ്റും കിട്ടുന്നു. അടുത്ത പ്രാവശ്യം 25ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. 14 കുട്ടികളോളം റിസൾട്ട് ഉണ്ടാകുന്നു. പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ ജേണിയാണ് നമുക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയും, എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നൊരു ക്ലാരിറ്റി ആദ്യം വേണം. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ സിലബസ് കവർ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇതേപോലെ ഒരു വാസ്റ്റ് സിലബസ് കവർ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നതിന്, ഒരുപാട് വായിച്ചു പോകുന്നതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ വായിച്ചു പോവുകയും എന്നാൽ അത് ക്വസ്റ്റ്യനിൽ വരികയും ചെയ്യുന്നതിന്റെ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഒരു പോർഷൻ എടുത്ത് ആ പോർഷൻ വായിച്ചു, ആ പോർഷൻ ക്വസ്റ്റ്യനിൽ വരാൻ എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാലം നെറ്റ് കിട്ടി എന്നൊരു ഇത് വെച്ചിട്ടും, പിന്നെ മെന്ററിങ് കൊടുത്തു, കുറെ ഗൈഡ് ചെയ്തു എന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ ഉണ്ടാക്കിയ ഒരു പാറ്റേൺ ഉണ്ട്. ഈ അടുത്ത വർഷം എക്സാം പാറ്റേൺ മാറിയാലും, ഇനി വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആ, പുതിയ തരം പാറ്റേൺ വന്നാലും എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് ഫസ്റ്റ് നമ്മളോട് പ്രിപ്പയർ ചെയ്യുന്ന ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ കയറാൻ പറ്റണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അത് കൺവെൻഷണൽ രീതികളുമല്ല. കൺവെൻഷണൽ, എൻ്റെ ക്ലാസ്സുകളിൽ ഇപ്പോൾ HSST ഒക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അവർക്ക് കൺവെൻഷണൽ രീതികളോടല്ല നമ്മൾ താല്പര്യപ്പെടുന്നത്. സോ മാക്സിമം ഒരു സ്ട്രാറ്റജി പറയുകയും ആ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുകയും, എന്നാൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം അവസാന നിമിഷം എക്സാമിന് 10 ഡേയ്സ് മുമ്പാണ് നമുക്കൊരു സൂചന കിട്ടുന്നത് അസർഷൻ റീസൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അസർഷൻ റീസൺ എന്ന് പറയുന്ന, പണ്ട് കാലത്ത് ഒരു 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു ഇതുണ്ട്. 10 ദിവസം മുമ്പാണ് മനസ്സിലായത്. 10 ദിവസം മുമ്പാണ് മനസ്സിലായത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് 10 ദിവസം മുമ്പ് മനസ്സിലാക്കുകയും, അതിനുശേഷം ആ 10 ദിവസത്തിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണം, അതിന്റെ ഈ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. അതായത് നമുക്ക് ചിലപ്പോൾ ചില സൂചനകൾ കിട്ടും. അതല്ല, സൂചനകൾ കിട്ടുന്നില്ല, ഡയറക്റ്റ് ആണ് പാറ്റേൺ മാറി വരുന്നതെങ്കിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്ന കാര്യം. രണ്ടാമത്തെ കേസ്, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ച് എക്സാമിനെ പൂർണ്ണമായി അനലൈസ് ചെയ്യരുത്. നാളെ വേണമെങ്കിൽ വീണ്ടും 2020 മുതൽ ചോദിച്ചിരിക്കുന്ന പാറ്റേൺ ഒക്കെ വരാം. അപ്പൊ അതിനുശേഷവും എങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കാതെ ഈ വർഷം തന്നെ ക്വാളിഫൈ ആകുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമായിട്ട് വരേണ്ടത്. ഞാനപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട UGC നെറ്റ്, ഞാൻ വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ, UGC നെറ്റുമായി പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യാം. ഇതുവരെ വോയിസ് ഓക്കെ ആണോ? ഇതുവരെ വോയിസ് ഓക്കെ ആണോ? ഇതുവരെ വോയിസ് ഓക്കെ ആണോ? വോയിസ് വല്ല ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വോയിസിന് വല്ല ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ വോയിസ് ഓക്കെ ആണോ? ബ്രേക്ക് ഒന്നുമില്ലല്ലോ. ഓക്കെ. സോ നിങ്ങളുടെ പ്രധാനമായും ഉള്ള കൺഫ്യൂഷൻസ് ആണ്, പ്രധാനമായും നിങ്ങൾക്ക് കുറച്ചധികം കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
ആ കൺഫ്യൂഷൻസിൽ നിങ്ങൾക്ക് ഈ സിലബസ് കവർ ആകുമോ ഫസ്റ്റ്, അല്ലെങ്കിൽ സിലബസ് കവർ എങ്ങനെ ചെയ്യും, ഇത് രണ്ടുമാണ് നിങ്ങൾ. ഒന്ന് സിലബസ് കവർ, ഞാൻ പഠിച്ചു തുടങ്ങിയ സിലബസ് കവർ ആകുമോ എന്നുള്ളൊരു ഡൗട്ട്. രണ്ടാമത്തത് ഈ സിലബസ് എങ്ങനെ കവർ ചെയ്താൽ ഞാൻ ഓർമ്മയെ നിലനിർത്തി എങ്ങനെയാണ് ഈ സിലബസ് കംപ്ലീറ്റ് ആക്കി എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, സിലബസ് കവർ ആകുക എന്നൊരു ചിന്ത നിങ്ങളിൽ അധികം വരേണ്ട ആവശ്യമില്ല, അധികം അതിനു വേണ്ടി വറിയാകേണ്ട ആവശ്യമില്ല. സിലബസ് കവർ ആകുന്നു എന്നതിനെ കുറിച്ച് അധികം വറിയാകേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ റിയാലിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്, കുറെ കാലം കൂടിയിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്, ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറയാം ഇത് ഇങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രാക്കബിൾ ആണ്, പെട്ടെന്ന് തന്നെ കിട്ടുന്ന പരിപാടിയാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ എന്റെ റിയാലിറ്റി പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ റിയാലിറ്റിയോട് കൂടി നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ഫുൾ കവറേജ് ഓഫ് സിലബസ് എടുത്തെന്ന് വിചാരിക്കും, നിങ്ങളെല്ലാം കംപ്ലീറ്റ്ലി പഠിച്ചുകൊണ്ട് പോയി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റ് ഒന്നും ക്വസ്റ്റ്യൻസേ ഇല്ലായിരുന്നു. രണ്ടാമത്തത് WPT വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയും. ഈ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്ന് നമുക്ക് ചോദിച്ചത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന ഇരുപതോളം കൺസെപ്റ്റുകളും 20ഓളം തിങ്കേഴ്സും ഉള്ള ഒരു സ്ഥലത്ത് വെറും 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒരു 10ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 15 കൂടുതൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അത് 15നും 18നും ഇടയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അവർ. സോ അതായത് ഇതിനൊരു ഒരു യൂണിഫോമിറ്റി ഇല്ല, എന്ത് ചോദിക്കും എന്ത് ചോദിക്കില്ല എന്നതിന്റെ, അതായത് നാളെ WPT അതായത് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് എത്ര ചോദിക്കും എന്നതിനെ കുറിച്ച് ഒരു യൂണിഫോമിറ്റി നിലനിൽക്കുന്നില്ല. യൂണിഫോമിറ്റി എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫുൾ കവറേജ് ഓഫ് സിലബസിനേക്കാളും എങ്ങനെയാണ് ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുക, ആ ഒരു രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ തരുന്നത്. രണ്ടാമത്തത് ഹൈ കട്ട് ഓഫ്. കഴിഞ്ഞതിന് കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട്, അത് റിയാലിറ്റിയാണ്. പക്ഷെ എന്നാൽ പോലും 200ന് 174 ആയിരുന്നു OBCക്ക്, 200ന് മേലെ ഉണ്ടായിരുന്നു ജനറലിന് 214 ആയിരുന്നു JRFന് വേണ്ടത്. 214 ആയിരുന്നു JRF വേണ്ടത്. കമ്പാരിറ്റീവ്ലി കുറവാണ്, ലാസ്റ്റ് 2 സൈക്കിൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അതൊരു ഇതായിട്ട് കാണരുത്. എന്തായാലും ഒരു 180 എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ വെച്ച് ഒരു 170 എന്ന് പറയുന്നത് വലിയ മാർക്കാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ വെച്ച്, കഴിഞ്ഞ സീസണിൽ ഡിസംബറിൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് 170 അല്ലെങ്കിൽ 200 എന്ന് പറയുന്നത് വലിയ മാർക്കാണ്. കാരണം അത്രത്തോളം ടഫ്നെസ് ഉണ്ടായിരുന്നു എക്സാമിന്. പിന്നെ കൺഫ്യൂഷൻസ് വരുന്നത് എത്രത്തോളം പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതുപോലെ എത്ര സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ജനറലി ഞാൻ കാണുന്ന ഒരു സംഭവം. ഇതെങ്ങനെ പഠിച്ചെടുക്കണം എന്നതിനെ പറ്റിയുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഈ ടൈം ഐ നീഡ് ടു സ്റ്റഡി എന്ന് പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആൾക്കാർ 10 മണിക്കൂർ പഠിച്ചെന്ന് പറയും. ചില ടോപ്പേഴ്സിന്റെ ഒക്കെ ടോക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ അത് അവരുടെ ലാസ്റ്റ് മന്തിലങ്ങനായിരിക്കും, ലാസ്റ്റ് 1 മന്തിലോ അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഈ കിടക്കുന്ന 3 to 4 മന്താണ് നമ്മുടെ കോഴ്സ് ജേണി വരിക. ഇതിനിടയിൽ എല്ലാ ദിവസവും 10 മണിക്കൂർ പഠിക്കുകയായിരിക്കില്ല അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ആവറേജ് ഒരു 5 to 5 അവർ, ആവറേജ് 5 അവർ എങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഒരു 3 അവർ എങ്കിലും ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ക്രാക്കബിൾ ആണ്. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് പലതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിൽ സംഭവിച്ചത്, ഞാൻ സാധാരണ രീതിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കോഴ്സിന്റെ അവസാനം എത്തുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യും, ഇന്ന ക്വസ്റ്റ്യൻസ് വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ബാച്ചിലുള്ളവർക്കും അറിയാം, പ്രെഡിക്റ്റ് ചെയ്യും. സാധാരണ രീതിയിൽ നമ്മളെ പ്രഡിക്ഷൻസിൽ നിന്ന് ഒരു 75 വരേണ്ടതാണ്. 75 ക്വസ്റ്റ്യൻസ് വരേണ്ടതാണ്. പ്രഡിക്ഷൻസിൽ വരുന്ന ടോപ്പിക്സ് എന്നൊക്കെ 75 ക്വസ്റ്റ്യൻസ് വരെയാണ്. പക്ഷെ കഴിഞ്ഞതിന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതിൽ 60 ക്വസ്റ്റ്യൻസേ ഡയറക്റ്റ് നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് വന്നെന്ന് പറയാൻ പറ്റും. ബാക്കി 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 15നും 20നും ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ഹാഫ് നോളജ് വെച്ച് നമ്മുടെ പഠിത്തത്തിന്റെ രീതി വെച്ചിട്ടും ഗസ് വർക്ക് ഒക്കെ നടത്തി ശരിയാക്കാൻ പറ്റും. ബാക്കി ഒരു 25 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 20ഓളം ക്വസ്റ്റ്യൻസ്, 25നും 20നും ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ടഫ്നെസ്സിലേക്കുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആർക്കും അങ്ങനെ ക്രാക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. അതിന് ഒരു റീസൺ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതാണ്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ എന്ന് കേട്ടിട്ടുണ്ടോ? 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 ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ
എന്ന് പറയുമ്പോൾ ഈ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ, അതുപോലെ 14 പോയിന്റ്സ്, 14 പോയിന്റ്സ് നിങ്ങൾ എടുത്തു നോക്കണം. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ഇതേപോലെയാണ് ചോദിച്ചത്. അതായത് ഇപ്പൊ ഇതിൽ വുഡ്രോ വിൽസൺ 14 പോയിന്റ്സ്, ഇത് ആ വെസ്റ്റ്ഫാലിയയുടെ സമയത്ത് ആ ഒരു ടൈമിൽ വരുന്നതാണ്. അതിന്റെ ഡേറ്റ് എന്നാണ്, കൃത്യമായിട്ട് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾ അറിയണ്ട, ഞാൻ ഉദാഹരണം പറയാം. ഡേറ്റ്, ഇങ്ങനെയൊക്കെയാണ് വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു. പക്ഷെ ഇത്രയും ലോ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി, നിങ്ങൾ എത്ര പഠിച്ചാലും അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് സിലബസ് കവർ ചെയ്യാൻ നിന്നാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വളരെ മിനിമൽ ആയിരിക്കും. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന ലെവലിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഭയങ്കര കൺസെപ്ച്വൽ ഡിമാൻഡ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറയുന്നു. കുറച്ചും കൂടെ ഫാക്ച്വൽ ഡിമാൻഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എന്ന് പറഞ്ഞ് നമുക്ക് കൺസെപ്റ്റ് പൂർണ്ണമായി തള്ളിക്കളയാനും പറ്റത്തില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് നമ്മളിവിടെ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട്, കൺവിൻസ് ചെയ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇത് എടുത്തത് കൊണ്ടൊരു നഷ്ടം വരാത്ത രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ നമ്മുടെ മെറ്റീരിയൽ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലുകളുടെ ക്വാളിറ്റി കാണുമ്പോഴോ, കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടു കാണും, മെറ്റീരിയലിലെ ക്വാളിറ്റി കാണുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സാധാരണ രീതിയിൽ നിങ്ങൾ ശീലിച്ചു വന്ന ഒരു രീതി ആയിരിക്കില്ല എന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റിയാലിറ്റി അറിഞ്ഞിട്ട് വേണം UGC നെറ്റിലെ പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് എഴുതാൻ പറ്റുന്ന ലെവലിലാണെങ്കിൽ ഒരു 4 വർഷത്തെങ്കിലും ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ മനസ്സിലാകും. എത്ര തന്നെ പഠിച്ചാലും നമ്മൾ ഫാക്ച്വൽ ഡിമാൻഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ പാറ്റേൺസ്, ചിലതൊക്കെ ഹാഫ് നോളജ് കൊണ്ട് വരെ ശരിയാക്കാം. ഒരു ഓപ്ഷൻ കണ്ടാൽ ഈ ഓപ്ഷൻ വരില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക്കൽ സെൻസ്, അതൊക്കെയാണ് ഞാൻ എന്റെ ക്ലാസ്സുകളിലൂടെ തരാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു മെറ്റീരിയൽ കിട്ടി, ആ മെറ്റീരിയൽ കാണാതെ പഠിക്കുക എന്നതിനപ്പുറം, ആ മെറ്റീരിയൽ കാണാതെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്കൊരു ആ മെറ്റീരിയൽ ഒരു 500 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എല്ലാം കൂടെ നമ്മുടെ UGC നെറ്റ് എല്ലാം കൂടെ ഒരു 500 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 500 പേജ് നിങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് ഒരു 30-40 ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക. ബാക്കിയെല്ലാം നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഏതൊക്കെ ലെവലിൽ ആൻസറുകൾ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം, എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെയൊക്കെ ഒരു ഹോൾ സമ്മാണ് ഇവിടെ പഠിപ്പിക്കുന്ന രീതി. അതുകൊണ്ട് റിയാലിറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ഒന്ന്, വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നല്ല നോളജ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും വളരെ ഡിസപ്പോയിന്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസപ്പോയിന്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ ഒരു കാര്യം എന്താണ്, നമ്മൾ നേരത്തെ കണ്ടണക്ക് ഡേറ്റ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അത്രയും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയും, അങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യം ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നെറ്റ് അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നെറ്റ് അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നെറ്റ് അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടോ? ഉണ്ട്. ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു? ഈ ഡിസംബറിൽ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു? ഈ ഡിസംബറിൽ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു? ഓക്കെ. നിങ്ങൾക്ക് എന്ത് റിയാലിറ്റിയാണ് മനസ്സിലാവുന്നത്? പ്രിപ്പയർ ചെയ്ത ആൾക്ക് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ വന്നത്? പിൻ പോയിന്റ് ചോദിക്കുന്നു. അതുപോലെ ഒട്ടും റെലവൻസ് അല്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നു. ഏതോ ഒരു പ്രധാനമന്ത്രി ഏതോ ഒരു രാജ്യത്ത് പോയതിന്റെ 2017 വർഷം കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ലോജിക്കും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വരും. അതിൽ ഞാൻ മനസ്സിലാക്കിയ റീസൺ, അതൊന്നും നിങ്ങൾ ആൻസർ ചെയ്തില്ല എങ്കിലും നിങ്ങൾക്ക് റാങ്ക് വരും. അതൊന്നും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 65 ക്വസ്റ്റ്യൻ എങ്ങനെ പോയാലും അത്യാവശ്യം നമ്മുടെ സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് 65 ക്വസ്റ്റ്യൻ ശരിയാകേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 55-നും 60-നും ഇടയിൽ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ശരിയാകേണ്ടതാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മുടെ മെറ്റീരിയലിൽ നിന്നാണ് കൂടുതലും വന്നിരിക്കുന്നത്. മെറ്റീരിയൽ നിങ്ങൾ ക്ലാസ്സുകളിൽ വരുമ്പോൾ നമ്മൾ കാണിച്ചു തരും. നമ്മുടെ മെറ്റീരിയലിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പൊ കട്ട് ഓഫ് കുറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിറ്റ്സ് ഒഴിവാക്കി പല യൂണിറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഇല്ല. അതൊരിക്കലും ഒരാൾക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഒരിക്കലും നാളെ
നെറ്റ് നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുമ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പോലും കാണത്തില്ല, വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റിനെ കാണും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു മിനിമം ഐഡിയ ഉണ്ടാവാൻ പറ്റും. അതിന് നമ്മൾ പറഞ്ഞിരുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്: കോൺസ്റ്റിറ്റ്യൂഷൻ, IR, IF എന്ന് പറഞ്ഞാൽ ഫോറിൻ പോളിസി എന്ന് പറയും, ഫോറിൻ പോളിസി. ഈ മൂന്നും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 50-ന് മേലെ സ്കോർ ചെയ്യാം എന്നതായിരുന്നു പണ്ടത്തെ ഒരു, അല്ലെങ്കിൽ ഒരു 2-3 സൈക്കിളിന്റെ മുമ്പുള്ള രീതി. പക്ഷേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു 40-നും 50-നും ഇടയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഇതിൽ 50-ന് മുകളിൽ പോകേണ്ടതാണ്. ഇപ്പൊ 40-നും 50-നും ഇടയിൽ ക്വസ്റ്റ്യൻ വന്നു. ബാക്കി എല്ലാ യൂണിറ്റ്സും കൂടെ ചേർത്ത് ഒരു 10-15 ക്വസ്റ്റ്യനോടെ വന്നു. അതായത് 65 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് സുഖമായിട്ട് ശരിയാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ 65 ശരിയാക്കിയില്ലെങ്കിൽ പോലും 60 ശരിയാക്കിയാലും നിങ്ങൾക്കൊരു 35 പേപ്പർ 1-ൽ ശരിയാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, പേപ്പർ 1 നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി സബ്ജക്റ്റ് ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. സാധാരണ രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള പേപ്പർ 1 ആണ് വരേണ്ടത്. പക്ഷെ നമുക്ക് ഈസി വന്നു. അതുകൊണ്ട് തന്നെ പേപ്പർ 2, അതായത് പൊളിറ്റിക്കൽ സയൻസ് കുറച്ച് ടഫ് ആവുകയും പേപ്പർ 1 എളുപ്പമാവുകയും ചെയ്തു. കുറച്ച് ടഫേ ആയിട്ടുള്ളൂ പേപ്പർ പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ എന്ത് ചെയ്തു? 65 അടിച്ച ആൾക്കാർക്ക് 35 അതിൽ അടിക്കാൻ, 35 അല്ല 40 പോലും സുഖമായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പേപ്പർ 1-ൽ ഉണ്ടായിരുന്നത്, പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്. സോ അവിടെയാണ് ഈ അഡ്വാൻറ്റേജ് മാറിയത്. അങ്ങനെ തന്നെയാണ് പല ആൾക്കാരും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച സ്കോറിലേക്ക് വന്നത്. കാരണം കട്ട് ഓഫ് നോക്കുമ്പോൾ 180 വന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ വിചാരിച്ച് കിട്ടില്ല എന്നുള്ളത്. നമ്മളും ശരിക്കും ഇത്രയും കട്ട് ഓഫ് താരുമെന്ന്, റിയാലിറ്റിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും കട്ട് ഓഫ് താരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതായത് കട്ട് ഓഫ് താരും ഒരു 200 വരെയൊക്കെ താരാം എന്നാണ്. കാരണം കഴിഞ്ഞതിന്റെ കട്ട് ഓഫ് 248 JRF-ന് വന്ന ജൂണിലെ. അപ്പോ ഡിസംബറിൽ എങ്ങനെ പോയാലും അതൊരു 230-നപ്പുറം താഴുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ എക്സാമിന്റെ അനാലിസിസ് നടത്തുമ്പോഴും ഞാൻ നോക്കുമ്പോൾ ഒരു 200 വരെയൊക്കെ മാക്സിമം താഴാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളെയും ഞെട്ടിച്ചുകൊണ്ടാണ് കട്ട് ഓഫ് താന്നത്. അതിന്റെ ഒരു ലോജിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല, കട്ട് ഓഫ് എന്തുകൊണ്ട് ഇത്രയും താന്നു എന്നുള്ളത്. കാരണം ഇതിനേക്കാളും മാർക്ക് മേടിച്ച, അല്ലെങ്കിൽ ഇതിനേക്കാളും സ്കോറിംഗ് ഉള്ള ഒരു ഇതാണ് 174 വരെയൊക്കെ OBCക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അതായത് അടുത്ത തവണ കട്ട് ഓഫ് അല്ല നിങ്ങൾ, കട്ട് ഓഫ് അങ്ങനെ ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യരുത്. അതായത് ഈ പ്രാവശ്യം 177 OBCക്ക് വന്നത്, 200 ജനറലിന് വന്നത്, അങ്ങനെ ഒരു കട്ട് ഓഫ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. എല്ലാ പ്രാവശ്യവും UGC നെറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരിക്കും. ആ സർപ്രൈസ് എലമെന്റ് ടഫ് ആകാം, മീഡിയം ആകാം, അതല്ലെങ്കിൽ ഈസി ആകാം. സാധാരണ രീതിയിൽ ലാസ്റ്റ് 2 സൈക്കിൾ, ഈ ഡിസംബർ ഒഴിച്ചു നിർത്തിയാൽ ലാസ്റ്റ് 2 സൈക്കിൾ ഈസി ആയിരുന്നു. അവിടെ ഈസി ആകുമ്പോൾ കട്ട് ഓഫ് ഹൈ ആവും. അപ്പൊ അവിടെയും പ്രോബ്ലം ആവും. ഈ 2 സാഹചര്യത്തെയും മാറ്റി നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ 2 സാഹചര്യവും ഉണ്ടായാലും, അതായത് ഈസി ക്വസ്റ്റ്യൻ വന്നാലും വളരെ ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോട്ടാണ് നമ്മൾ തരിക. രണ്ടാമത്തെ സീൻ, ഞാൻ ഒരിക്കലും ഒരു 10 യൂണിറ്റ്സിന് 1000 പേജുള്ള നോട്ട് തരില്ല. എല്ലാം കൂടെ ചേർത്ത് 1000 പേജ് വരില്ല. 500 പേജിനകത്തുള്ള അത്ര ഒരു നോട്ടേ നിങ്ങൾക്ക് വരും. ഞാൻ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടാണ് നോട്ട് തരിക. അതിനൊരു റീസൺ, നിങ്ങൾ അത്ര പഠിച്ചാൽ മാത്രം മതി എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഇൻ ഡെപ്ത് കാര്യങ്ങൾ പഠിച്ചാൽ UGC ചോദിക്കുന്നില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻ. നാളെ പ്ലേറ്റോയുടെ ഏറ്റവും ഇന്നർ ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് 2018, 19, 20, 21 കാലഘട്ടങ്ങൾ, ആ ഒരു 4 വർഷ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരായിരുന്നു. ആഫ്റ്റർ 2021, 22-നൊക്കെ ശേഷം, 22-ന്റെ പകുതിയൊക്കെ ആയപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഫാക്ച്വലാണ്. ഇപ്പൊ പിന്നെ ഭയങ്കര ഫാക്ച്വലാണ്. സോ ഇതാണ് റിയാലിറ്റി. ഞാൻ ആ റിയാലിറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ റിയാലിറ്റി മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഗാന്ധിജി ജനിച്ചത് ഇന്ന വർഷമാണ്, അത് കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞ നിങ്ങൾ കണ്ണും പൂട്ടിയെങ്കിൽ പഠിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി. കാരണം ഇത് ക്വാളിഫൈ ആകുന്ന ഒരാൾക്ക്, ഇത്രയും നാൾ ക്വാളിഫൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അറിയാം ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ് വർക്ക് ആവുന്നത്. അതല്ലാതെ സിലബസിൽ കിടക്കുന്ന എല്ലാം ലൈൻ ബൈ ലൈൻ നിങ്ങൾ കവർ ചെയ്യാൻ നിന്നാൽ, ഈ UGC നെറ്റും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ഏരിയ ആണ്. അങ്ങനെ കവർ ചെയ്തത് കൊണ്ട് അധികം ഗുണം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഡിസപ്പോയിന്റഡ് ലോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മനസ്സിലാക്കണം. പിന്നെ ഭയങ്കര ഫാക്ച്വൽ ആണ് ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത്. പാറ്റേൺ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അല്ല, ജൂണിലാണ് പാറ്റേൺ ചേഞ്ച് ഉണ്ടായത് നല്ലപോലെ. പിന്നെ ചിലപ്പോഴൊക്കെ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, റോങ് സ്ട്രാറ്റജി ആയിരിക്കും കുറെ ആൾക്കാർ. ഞാൻ അത് മെന്റർഷിപ്പ് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പല ആൾക്കാരും വിചാരിച്ചു വെക്കുന്നത്, ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണം ഞാൻ സിലബസിലേക്ക് വരാം. ഈ ഇപ്പൊ പ്ലേറ്റോ നമ്മളെ സിലബസിലുണ്ട്. ഇപ്പൊ പ്ലേറ്റോ ജനിച്ച അന്ന് തൊട്ട് അറ്റം വരെ പഠിച്ചു, എല്ലാ തിയറിയും പഠിച്ചു, എല്ലാ കൺസെപ്റ്റും പഠിച്ചു. പക്ഷെ പ്ലേറ്റോയുടെ ഒരു ക്വസ്റ്റ്യൻ പോലും ലാസ്റ്റ് 2 സൈക്കിളിലായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്ലേറ്റോ പഠിച്ചത് എങ്ങനെ ഇതായില്ലേ? അതുപോലെ അരിസ്റ്റോട്ടില്, പിന്നെ ഇതൊക്കെ ലാസ്റ്റ് ഒരു 4 സൈക്കിൾ നോക്കുകയാണെങ്കിൽ 1-2 തവണ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ റിയാലിറ്റി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാരെയും നമ്മൾ പഠിപ്പിക്കും, എല്ലാരെയും പഠിക്കണം. പക്ഷേ ചില ആൾക്കാരെ പഠിപ്പിക്കാൻ ഞാൻ പറയും, ഓക്കെ ഇത് ഇത്ര മതി, ഇത്ര നോക്കിയാൽ മതി, കാരണം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ ലെവലിലെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൂ. ഇനി ഇൻഡെപ്ത് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആകേണ്ട ഒരു കാര്യം. ഇങ്ങനെ കുറച്ച് സ്ട്രാറ്റജീസിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് വരാൻ പറ്റും. പിന്നെ റിയാലിറ്റി ഓഫ് കോഴ്സ് ഒരു ഹ്യൂജ്
പ്രഷർ ഉള്ളൊരു എക്സാമാണിത്. പലർക്കും അറിയാം ഇത് 6-7 തവണ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. അത്രയും തവണ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിലുള്ള ആൾക്കാരുമായിട്ട്, ഇതിനു മുമ്പുള്ള ആൾക്കാരുമായിട്ടും അതിനു മുമ്പ് ഇപ്പൊ സ്കോർ ചെയ്ത ആൾക്കാരും ഒക്കെ ആയിട്ട് സംവദിക്കാനുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക എവിടെയാണ് ഈ സ്ട്രാറ്റജി മാറ്റിയത് എന്നുള്ളത്. എത്രത്തോളം സ്കോറിംഗിൽ, അതായത് ഒരു എക്സാമിന് സ്കോർ വരണമെങ്കിൽ അതിന്റെ പാറ്റേൺ പിടിക്കണം. ആ എക്സാമിന് ഒരു പാറ്റേൺ ഉണ്ടാവും. നിങ്ങൾ PSC എഴുതുകയാണെങ്കിൽ PSC ഒരു പാറ്റേൺ ഉണ്ടാവും, UGC എഴുതുകയാണെങ്കിൽ UGC ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേൺ നാളെ മാറാം, അത് നാളത്തെ കാര്യമാണ്. നാളെ മാറാതിരിക്കാം. പക്ഷെ ഇനി എങ്ങനെ തന്നെ മാറിയാലും, ഇനി എത്ര തന്നെ ടഫോ ഈസിയോ ക്വസ്റ്റ്യന്റെ ലെവലേ മാറിയാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു, ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് എന്തായാലും ഈ 4 ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ആ 4 ഓപ്ഷനിൽ ഒരു ആൻസർ, ഏതൊക്കെ ആൻസർ വരും വരില്ല എന്ന് ഒരു 50-50 ചാൻസ് എങ്കിലും എടുക്കാനുള്ള രീതികൾ ആണ്, ടെക്നിക്സ് ഒക്കെയാണ് ഞാനിവിടെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗം. കാരണം പഠിക്കുന്നത് മാത്രമല്ല, അതിന്റെ കൂടെ സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ വരും. ഇനി ഞാൻ നേരെ സിലബസിലേക്ക് ഒന്ന് പോകാം. സിലബസ് എല്ലാവർക്കും വായിച്ചു നോക്കിയിട്ടുണ്ടോ? സിലബസ് എല്ലാവരും വായിച്ചു നോക്കുന്നു, ചാറ്റ് ബോക്സിൽ പറയണേ. സിലബസ് ഒരു വട്ടമെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ സിലബസ്? വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? വായിച്ചു നോക്കുമ്പോൾ എന്താണ് നിങ്ങളെ ഫീൽ? 1-2 വട്ടം എഴുതിയ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ എന്താണ് ഫീല്? ഈ സിലബസിനെ കുറിച്ചുള്ള ഫീൽ എന്താണ്? നിങ്ങൾക്കുള്ള ആദ്യത്തെ കൺസേൺ അങ്ങ് മാറ്റി തന്നാൽ പ്രശ്നം തീരുമല്ലോ. പെട്ടെന്ന് പറയണേ, പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സ് പറയണേ. പറഞ്ഞോളൂ. സിലബസ് വാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര വാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ. സിലബസിലെ പല കാര്യങ്ങളും നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്, അതായത് PGയിലോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പണ്ടത്തെ PYQs ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസും വരുന്നില്ലേ? സോ ഇത് ജനറൽ ആണ്. ഇത് ജനറലി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട കൺഫ്യൂഷൻസ് ആണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് 1ലേക്ക് പോവാം. യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറി. സാധാരണ രീതിയിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തേക്ക് ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോയിരിക്കുന്ന ഏരിയ ആണ് സിലബസ്. ഇപ്പം പൊളിറ്റിക്കൽ തിയറി, 2 കൺസെപ്റ്റ്, ട്രഡീഷൻസ് ഒക്കെ ആയിട്ട് പറയുന്ന ഏരിയാസ്. അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാർക്സിസം പോലൊരു സബ്ജക്ട് ഇത്രേ തന്നിട്ടുള്ളൂ. മാർക്സിസം മാത്രമേ തന്നിട്ടുള്ളൂ. ഈ മാർക്സിസം പോലൊരു സബ്ജക്ട് എത്ര സമയം എടുത്താലാണ് പഠിച്ചു തീർക്കാൻ പറ്റുക? ഒരു 2 അവർ കൊണ്ടോ 3 അവർ കൊണ്ടോ നമ്മളൊരു ക്ലാസ് എടുത്താൽ തീരുമോ മാർക്സിസം എന്ന കൺസെപ്റ്റ്? അതായത് മാർക്സിസം ഉണ്ട്, നിയോ മാർക്സിസം ഉണ്ട്, അതിനകത്ത് തന്നെ വേറെ കുറെ തിങ്കേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണോ മാർക്സിസം? സിലബസിൽ മാർക്സിസം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? PYQs എടുത്ത് നോക്കും, ഇതിനു മുമ്പ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ നോക്കും. ആ ലെവലിലായിരിക്കും. ഇപ്പൊ ഇങ്ങനെ ക്വാളിഫൈ ആകുന്ന ആൾക്കാർക്ക്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത്രയൊക്കെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് നോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ നോട്ടിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് വേറെ ഗൈഡൊന്നും പോകരുത്. ഞാൻ ആദ്യമേ പറയാം, വേറെ ഗൈഡ്സിലേക്കൊന്നും പോകരുത്. ആകെ ഞാൻ റെഫറൻസ് ബുക്കായിട്ട് പറയുന്ന ലക്ഷ്മികാന്ത് മാത്രമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രം. ലക്ഷ്മികാന്ത് മാത്രമാണ് ഇതായിട്ട് പറയുന്നത്. വേറെ ഒരു റെഫറൻസ് ബുക്കിലേക്കും പോകരുത്. ലക്ഷ്മികാന്ത് മാത്രമാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ബാക്കി ഒരു ഇതിനും ഗൈഡോ ഒന്നും വേണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗൈഡ് വായിച്ചിരിക്കും. അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടില്ല. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ സിലബസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് ഓടിച്ച് പറയാം. ഒന്ന്, സിലബസിലെ കാര്യങ്ങളിൽ ഈ തിയറീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാന്ന് വിചാരിക്കുക. എത്ര ടോപ്പിക് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, ഒരു 15ഓളം ടോപ്പിക്. ഇവിടെ ഒരു 7 ഉണ്ട്. 15ഓളം ടോപ്പിക് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് 8 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാന്ന് വിചാരിക്കുക. 8 ക്വസ്റ്റ്യൻ ആണ് ജനറലി, 5 to 8 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൽ തന്നെ ലിബറലിസം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, ഇക്വാളിറ്റി പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ക്ലിയർ ആയിട്ട് ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്, ഇത് ഇത്രയും ചോദിക്കും എന്നുള്ളത്. അപ്പൊ ആ ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മൾ നോട്ട്സ് തരിക. അപ്പൊ അത് നിങ്ങൾ വിശ്വസിച്ച് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ഡ്യൂട്ടി.
ഇപ്പൊ പൊളിറ്റിക്കൽ തിയറി ആയിക്കോട്ടെ, ഏറ്റവും ഏറ്റവും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഞാൻ ആ, കാണിച്ചു തരാം. പൊളിറ്റിക്കൽ തോട്ട് നിങ്ങൾക്കറിയാം. പൊളിറ്റിക്കൽ തോട്ട്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇത്രയും ടോപ്പിക് കിടക്കുന്നതിൽ രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ ആണ്, രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു പോയത്. അടുത്ത ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിനെ സംബന്ധിച്ച് ഇപ്പോ പണ്ട് കാലങ്ങളിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പൊ ചോദിക്കുന്നത്. ഇപ്പൊ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ മെറ്റീരിയൽസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം വന്നു. അതായത് എല്ലാ പ്രാവശ്യവും വിവേകാനന്ദൻ ചോദിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ വിവേകാനന്ദൻ നമ്മൾ വെച്ചിരുന്നു. വിവേകാനന്ദൻ എന്തായാലും സ്വാമി വിവേകാനന്ദൻ ചോദിക്കുമെന്ന് നമുക്ക് എന്തായാലും അറിയാം. അതുപോലെ വി ഡി സവർക്കർ, വി ഡി സവർക്കറിന്റെ കാര്യം, വി ഡി സവർക്കറും ചോദിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം പ്രോപ്പർ ആയിട്ടാണ് കവർ ചെയ്ത് പോയത്. പക്ഷേ കഴിഞ്ഞ വർഷം സ്വാമി വിവേകാനന്ദന്റെ ക്രോണോളജി നമ്മുടെ മെറ്റീരിയൽ ഉള്ളതും വന്നു, ക്രോണോളജിയിൽ മെറ്റീരിയൽ ഉള്ള സ്റ്റേറ്റ്മെന്റ് വന്നു, മെറ്റീരിയൽ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് വന്നു. ലൈക്ക് ഇപ്പം വിവേകാനന്ദൻ വേറെ അമേരിക്കയിൽ പോയതൊക്കെ നമുക്ക് എല്ലാവർക്കും മെറ്റീരിയൽസിൽ കാണും. പക്ഷേ വേറെ സ്ഥലങ്ങളിൽ പോയത്, ഫ്രാൻസിൽ പോയത്, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നു. പക്ഷെ അതൊരു ക്രോണോളജിയാണ്. ഹാഫ് നോളജ് ഉണ്ടെങ്കിൽ, അതായത് 5 പോയിന്റ് ഉണ്ട്, അത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ബാക്കി 3 പോയിന്റ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ അത് വെച്ചൊക്കെ ഏകദേശം അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്താലും കിട്ടുമായിരുന്നു. അതായത് സ്വാമി വിവേകാനന്ദൻ, വി ഡി സവർക്കർ, എം എൻ റോയ് പോലുള്ള ആൾക്കാർ ചോദിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പാറ്റേൺ സെറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ അത് പഠിക്കാതിരിക്കുന്ന ആൾക്കാർക്കാണ് അവസാനം ബുദ്ധിമുട്ടുണ്ടാവുക. അവസാനം ആകുമ്പോൾ ഈ ഫാക്ച്വൽ നോളജ് പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് 10 ദിവസം കൊണ്ട് ഫാക്ച്വൽ നോളജ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഫാക്ച്വൽ നോളജിന് ആദ്യമേ ക്ലാരിറ്റി തരും. ഫാക്ച്വൽ നോളജ് ആദ്യമേ പഠിക്കണം. കാരണം ഇപ്രാവശ്യം ഫാക്ച്വൽ നോളജ് അറിയാമായിരുന്നുവെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്രാവശ്യം ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ കണ്ടോ? ഇപ്രാവശ്യം എഴുതിയ ആൾക്കാർ പറയും ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ കണ്ടോ? ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ കണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അസെൻഡിങ് ഓർഡറിൽ അടയാളപ്പെടുത്തുക, ഡിസെൻഡിങ് ഓർഡറിൽ അടയാളപ്പെടുത്തുക. ആകെ മൊത്തം ഒരു തലപുകഞ്ഞ സിറ്റുവേഷൻ ആയില്ലേ? പക്ഷേ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു നോക്കുക, മുന്നേ പഠിച്ച ബാച്ചിലാണ് ചോദിച്ചു നോക്കുക. നമ്മൾ അസെൻഡിങ് ഓർഡർ ആണ് എല്ലാ പ്രാവശ്യവും വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസെൻഡിങ് ഓർഡറും ചോദിക്കാം. കാരണം എല്ലാവരും അസെൻഡിങ് ഓർഡർ പഠിച്ചു വെക്കുമ്പോൾ ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയൊക്കെ ഒരു 10, 60, 70 എണ്ണം ഉണ്ട്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഇത് തിരിഞ്ഞ് ഡിസെൻഡിങ് ഓർഡറിൽ പഠിച്ചു വെക്കാൻ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യമേ അത് ചെയ്യിപ്പിച്ചു, ഡിസെൻഡിങ് ഓർഡറിലും പഠിക്കാൻ ചെയ്യിപ്പിച്ചു, കോഡുകൾ ഇട്ടു. അതുപോലെ നമുക്കൊരു ഇൻഫോർമൽ സെഷൻസ് നടത്താറുണ്ട്. ലൈക്ക് ഞാൻ ഒരു 1.5 മന്തിന് മുമ്പ്, നിങ്ങളുടെ എക്സാം നടക്കുന്നതിന് 1.5 മന്തിന് മുമ്പ് തന്നെ നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് റിവിഷൻ ക്ലാസ്സസ് തുടങ്ങും. ഈ റിവിഷൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ മൂഡിലാണ്. അപ്പൊ ഈ ഡിസ്കഷൻ ഓരോ ദിവസം ഓരോ ടോപ്പിക് തരും. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം. അതിന് ഞാൻ തന്നെയായിരിക്കും നേതൃത്വം തരിക. പക്ഷെ നിങ്ങളെ കൊണ്ട് ഞാൻ ചോദ്യം ചോദിപ്പിക്കും, നിങ്ങളിലേക്ക് ചോദ്യം ചോദിപ്പിക്കും, നിങ്ങൾ പഠിച്ച രീതി ചോദിക്കും. അങ്ങനെ ഒരു ഡിസ്കഷൻ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു രീതി വ്യത്യാസപ്പെടുന്നത്. അതായത് 1.5 മന്ത് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ആക്കി റിവിഷനിലേക്ക് തുടങ്ങാൻ പറ്റുമെന്ന കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ആ ഒരു സ്പീഡിന് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റണം. പിന്നെ ഇനി ഈ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ഇന്റർനാഷണൽ. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാത്ത ഒരു ഏരിയ കുറേ ഉണ്ട്. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത്ര സാധനങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാതെ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെറ്റീരിയൽ തയ്യാറാക്കുക. എന്നാൽ മിനിമലിസ്റ്റിക്കും ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞേരം നമ്മുടെ മെറ്റീരിയൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതായത് ഇന്റർനാഷണൽ റിലേഷൻസിൽ മെറ്റീരിയൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിരുന്നു. പക്ഷെ മെറ്റീരിയൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈ മൂണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. മൂണിൽ ആദ്യം പോയ ഇത്, അതുപോലെ നമ്മൾ അല്ലാത്തതൊക്കെ വന്നിരുന്നു. റീജിയണൽ ഓർഗനൈസേഷൻ, ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്ന റീജിയണൽ ഓർഗനൈസേഷനൊക്കെ നമ്മുടെ മെറ്റീരിയൽ തന്നെയാണ് വന്നത്. മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടുമായിരുന്നത്. റീജിയണൽ ഓർഗനൈസേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇത് അല്ലാത്ത ക്വസ്റ്റ്യൻസും വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യും? ഇപ്രാവശ്യം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാറ്റി വെക്കും, എന്നിട്ട് അതിന്റെ ഓപ്ഷൻസ് പിടിക്കും. അങ്ങനെയാണ് ഓരോ തവണത്തെയും ഓപ്ഷൻസിൽ വന്നത് പോലും എടുത്തു വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ തരിക. അതായത് നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം ചോദിക്കാൻ ഒരു ലൂപ്പ് ഹോളും ഇടാതെ തന്നെയാണ് കൊണ്ടുപോവുക. എന്നാലും ഞാൻ പറയുന്നു, ഉറപ്പായിട്ടും എല്ലാ എക്സാമിനും ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ സർപ്രൈസ് എലമെന്റ്, കഴിഞ്ഞ ഡിസംബറിലെ സർപ്രൈസ് എലമെന്റ് എന്ന് പറയുന്നത് ഈ ഡിസെൻഡിങ് ഓർഡർ ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് വന്ന അസർഷൻ റീസൺ ആണ്. അതൊരു 10 ദിവസം മുമ്പേ അറിഞ്ഞതുകൊണ്ട്, ഏകദേശം വരുമെന്ന് ഉറപ്പായതുകൊണ്ടും എക്സാം തുടങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ, ഫസ്റ്റ് എക്സാമിന് തന്നെ അസർഷൻ റീസൺ ഉണ്ടായിരുന്നു. അതായത് നമുക്കല്ല, വേറെ എക്സാം നടക്കില്ല. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പിച്ചു എന്തായാലും അസർഷൻ റീസൺ ഉണ്ടാവും. എന്നിട്ട് അസർഷൻ റീസൺ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ ഓരോ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു. അപ്പൊ അതും സിമ്പിൾ ആയിരുന്നു. അസർഷൻ റീസൺ നമുക്ക് അത്ര പാടുള്ള അസർഷൻ റീസൺ അല്ല വന്നത്. നമുക്ക് അത്യാവശ്യം ഒരു
പിന്നെ ചില ആൾക്കാർക്ക് ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഈ ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ട് പോവുക. ഇന്റർനാഷണൽ റിലേഷൻസ് ഈ ഒരു വാസ്റ്റ്നെസ് ആലോചിച്ചോളൂ. ഇന്റർനാഷണൽ റിലേഷനിൽ ഒരുപാട് ടോപ്പിക് കിടപ്പുണ്ട്. വാസ്റ്റ്നെസ് ആലോചിച്ചോളുക. ഇതിലൊക്കെ ഞാൻ ഓരോ ഇതായിട്ട് പഠിപ്പിക്കും. അതായത് ഇപ്പൊ പറയാണ് ഈ യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ, ഷാങ്ഹായ്, ആസിയൻ, ഇതൊക്കെ പഠിക്കാൻ സിമ്പിളാണ്, വളരെ സിമ്പിളാണ് പഠിക്കാൻ. പക്ഷെ ഓർമ്മ നിലനിൽക്കാൻ നല്ല പാടാണ്, കാരണം ഫാക്ച്വലാ. യൂറോപ്യൻ യൂണിയനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബോഡി ഏത്, ആഫ്രിക്കൻ യൂണിയനിൽ എവിടെയാണ്, ഏതൊക്കെ സമയത്താണ് ആദ്യ ആഫ്രിക്കൻ യൂണിയൻ ഉണ്ടായ സമയം ഏത്, ഏതൊക്കെ ക്രോണോളജിയിൽ ഏതൊക്കെ സമ്മിറ്റ് നടന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് ആദ്യമേ ഇതൊക്കെ അങ്ങ് കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട സാധനങ്ങളാണ് ഇത്. കാണാതെ പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ കാണാതെ പഠിക്കേണ്ട ഫാക്ച്വൽ ഡിമാൻഡ്സ് ഉള്ള ടോപ്പിക്സ് ആദ്യമേ തരും. കാരണം അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ 2020 ഒരു സബ്മിറ്റ് കിടന്നു, അത് ഞാൻ ചേഞ്ച് ചെയ്യും? അതല്ലെങ്കിൽ ആ സ്ഥലം ചേഞ്ച് ചെയ്യാൻ പറ്റും? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫാക്ച്വൽ സാധനങ്ങളെല്ലാം ആദ്യമേ തരും. അത് പഠിക്കാൻ പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് പഠിക്കണം. എല്ലാ സ്റ്റുഡൻസിനും പാളിപ്പോകുന്ന ഒരു ഏരിയ ഈ ഫാക്ച്വൽ സാധനമല്ലേ ഞാൻ അവസാനം പഠിച്ചോളാം എന്ന് വിചാരിക്കും. പക്ഷേ ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളെ ഒരു മെറ്റീരിയൽ ഉണ്ടാവില്ല, നിങ്ങൾ പ്രിന്റഡ് ആണ് എടുക്കണമെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽ എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾ കോഡൊക്കെ ഇട്ട് വെച്ചിരിക്കണം. ലൈക്ക് യൂറോപ്യൻ യൂണിയനിൽ എന്ത് പറഞ്ഞു, അതുപോലെ അതിന്റെ കോഡ് വല്ലതും ഉണ്ടെങ്കിൽ, അതുപോലെ സമ്മിറ്റുകൾ ഒരുപാട് ഫാക്ച്വൽ ആകുമ്പോൾ നിങ്ങൾക്ക് കോഡുകളൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ കോഡുകൾ ആദ്യമേ ഇട്ട്, അല്ലെങ്കിൽ കോഡുകളോ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻസോ നിങ്ങൾ എഴുതി വെച്ചിരുന്നാൽ ഉറപ്പായിട്ടും അവസാനം നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. പക്ഷേ ഓൾമോസ്റ്റ് സ്റ്റുഡൻസും ചെയ്യുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അവസാന നിമിഷത്തേക്ക് ഫാക്ച്വൽ നോളജ് വെക്കും. അതായത് കാണാതെ പഠിക്കാനുള്ളതല്ലേ, 5 പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പേര് പഠിച്ചാൽ പോരെ, 5 ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് പഠിച്ചാൽ പോരെ, ഫിനാൻസ് കമ്മീഷന്റെ പേര് പഠിച്ചാൽ പോരെ, അവസാനം പഠിക്കാന്ന് വിചാരിക്കും. ഈ അവസാനം പഠിക്കാന്ന് വിചാരിക്കുകയും ലാസ്റ്റ് 10 ദിവസത്തെ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതിനൊരു ഡൗൺ സൈഡ് വരും. നിങ്ങൾക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം പേപ്പർ 1 ഉണ്ട് അവിടെ. അപ്പൊ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമേ പറയുന്നത്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ്സുകളാണ് ആദ്യം കംപ്ലീറ്റ് ആക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാൻ ഇമ്പോർട്ടന്റ് ക്ലാസ്സിൽ അവസാനമല്ല എടുക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമേ എടുത്ത് തീർക്കുകയാണ് നമ്മുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ 1 മന്ത് കൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെ ഒരു 1.5 മന്ത് അല്ലെങ്കിൽ 2 മന്ത് കൊണ്ട് തന്നെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. പിന്നെയും 1 മാസം 1.25 മാസം നിങ്ങളുടെ കയ്യിലുണ്ടാവും സുഖമായിട്ട് അടുത്ത എക്സാമിലേക്ക്. അപ്പൊ അതിനനുസരിച്ചാണ് റിവിഷൻ സ്ട്രാറ്റജീസ് വർക്ക് ആകുന്നത്. എല്ലാ സിലബസും പറയാനുള്ള ഒരു ഇതില്ല, ഞാൻ ഇന്റർനാഷണൽ റിലേഷൻ പറഞ്ഞു. എല്ലാ സിലബസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു ഇത് അങ്ങനെ നീണ്ടു പോകണ്ട. ഫോറിൻ പോളിസി ഉണ്ട്, ഫോറിൻ പോളിസിയിലും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലായി. UN, ഇതൊക്കെ ലൂപ്പ് ഹോൾസ്, അതുപോലെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഇതുണ്ട്. നമുക്ക് ഒരു സാധനം പഠിച്ചാൽ തന്നെ ഈ ഈ ഈ ഒരു ഈ ഒരു സാധനം പഠിച്ചാൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഇപ്പോ നിങ്ങൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തത് വിചാരിക്കും. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSP പഠിക്കുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് DPSP പഠിക്കുന്നുണ്ട്, പ്രിയാമ്പിൾ പഠിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ നിങ്ങളെ പുതുതായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യം, ഇതൊക്കെ ഓൾറെഡി നല്ല നോളജ് ഉള്ള സ്ഥലമായിരിക്കും. പക്ഷെ ഒരു ഐഡിയ വേണം, അതിനു വേണ്ടിയായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ സ്പീഡിന് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നേരെ ഇവിടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഫെമിലിയർ ആവില്ല. ഈ സ്ഥലത്ത് കുറെ ഫാക്ച്വൽ ഡിമാൻഡും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ ആണ് സാധാരണ, ഇവിടെ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ സാധാരണ വരും എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയാം, 5 ക്വസ്റ്റ്യൻ വരുമെന്ന് വിചാരിച്ചാൽ എനിക്ക് അതാണ് ഇമ്പോർട്ടന്റ്. കാരണം ഇവിടെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കത്തില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും സാധാരണ രീതി ചോദിക്കില്ല. ഞാൻ ഇവിടെ ഇതായിരിക്കില്ല ആദ്യം പഠിപ്പിക്കുക, ഈ ഒരു 5 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പഠിപ്പിക്കുക. ഇങ്ങനെ എവിടെയാണ്, ഏത് ലൂപ്പ് ഹോളിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്, ഏത് പോർഷനിലാണ് ഏറ്റവും ഹയസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത് തീർക്കുക. അതൊരു ക്ലാസ് തീർക്കുക അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നതിലുപരി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ തെളിവാണ്. നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും ക്ലാസ്സുകൾ. ഓക്കെ. പിന്നെ ഒരുപാട് ഓവർലാപ്പിംഗ് കോൺസെപ്റ്റുകളുണ്ട്. ആ ഓവർലാപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ 10 ഇതാണ് പേപ്പർ 2-ലുള്ളത്. പേപ്പർ 1-ൽ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ അതിന്റെ ഒരു ഓറിയന്റേഷൻ വരും. പേപ്പർ 1-ലായിക്കോട്ടെ, പേപ്പർ 1-ലും ഇങ്ങനെ തന്നെയാണ്, 10 യൂണിറ്റ്സ് ഉണ്ട്. പക്ഷെ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേപ്പർ 2-ൽ നിങ്ങൾക്ക് ഹൈ കോൺഫിഡൻസ് ആയിട്ട് മാർക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതായത് തരുന്ന മെറ്റീരിയൽസിൽ നിന്ന് തന്നെയാണ് 70% ക്വസ്റ്റ്യനും വരുന്നത്. ബാക്കി 30% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹാഫ് നോളജ്, അത് എങ്ങനെ ചെയ്യണം, ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നു അത് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി തരും. അതിനനുസരിച്ച് നമ്മളൊരു 10ഓളം മോക്ക് ടെസ്റ്റുകൾ ഇടും. ഇതിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ 2025 ജൂണിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
ഇതൊക്കെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കണം. അതുപോലെ നമുക്ക് PYQസിന്റെ ഒരു ഇതുണ്ടാവും, PYQ സെഷൻ ഉണ്ടാവും. അതിനുവേണ്ടി തന്നെ, അതായത് PYQസിന് വേണ്ടി മാത്രം എങ്ങനെ PYQs ഡെറൈവ് ചെയ്ത് അടുത്ത ഇത് പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തരും. നിങ്ങൾക്ക് കഴിഞ്ഞ ബാച്ചിലുള്ള ആൾക്കാർ ചോദിക്കും, ലാസ്റ്റ് നിമിഷങ്ങളിൽ നമ്മൾ അയച്ച പല സ്ക്രീൻഷോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇപ്പൊ ലൈക്ക് കഴിഞ്ഞ വർഷം എഴുതിയ ആൾക്കാർക്ക് അറിയാം, ന്യൂക്ലിയറിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇത്രയും ലോകത്ത് നടന്ന ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ അതൊക്കെ നമ്മൾ ലാസ്റ്റ് നിമിഷങ്ങളിലൊക്കെ ക്ലാസ്സുകളിൽ സ്ക്രീൻഷോട്ട്സ് ഇട്ട് പഠിപ്പിച്ച് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്രോണോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഗ്യാരണ്ടി തരാൻ പറ്റും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത്. പക്ഷെ അടുത്ത വർഷവും ഞാൻ ഈ പ്രാവശ്യം നടന്ന കണക്ക് എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മാറി വരാം, അതല്ലെങ്കിൽ ഏതെങ്കിലും യൂണിറ്റ്സ് തന്നെ ചോദിക്കാതിരിക്കാം. അതൊന്നും ഒരിക്കലും നമ്മളെ സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. സിസ്റ്റത്തിന് നമ്മൾ കുറ്റം പറയുന്നതിൽ പ്രശ്നമില്ല. എനിക്കും സിസ്റ്റത്തിനോട് നല്ല എതിർപ്പുണ്ട്. കാരണം വളരെ ഡിസപ്പോയിന്റഡ്, നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ സിസ്റ്റത്തെയും കുറ്റം പറഞ്ഞിരുന്നതിന്റെ കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെയും ക്വാളിഫൈ ആകുക എന്നുള്ളതാണ് നോക്കേണ്ടത്. സിസ്റ്റം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. സിസ്റ്റത്തിൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അവർ ക്രിറ്റിസിസം കൊടുത്തു, എന്നിട്ടും ആ സിസ്റ്റം മാറുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ജൂണിൽ എക്സാമിന് വളരെയധികം ക്രിറ്റിസിസം വന്നു. അപ്പൊ വിചാരിച്ചു ഡിസംബറിലെങ്കിലും മാറുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഡിസംബറിൽ അതിനേക്കാളും താഴെ പോയി ക്വസ്റ്റ്യൻസിന്റെ നിലവാരം. അപ്പൊ നമുക്ക് ഒരിക്കലും സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഞാൻ സിസ്റ്റത്തെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. കാരണം ഉറപ്പായിട്ടും ഒരു നല്ല പഠിക്കാൻ നല്ല കഴിവുണ്ടായിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ നല്ല സബ്ജക്ട് നോളജ് ഉള്ള ഒരാൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ല കഴിഞ്ഞതിന് കിട്ടിയത്. അതിനൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഈ ക്വസ്റ്റിന്റെ പാറ്റേണിനോടൊപ്പം പിടിച്ച് ഈ എക്സാം അടുത്ത 2026 ജൂണിലെ എക്സാം നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ക്വാളിഫൈ ആകുമെന്ന് പറയാൻ പറ്റണം. അതിൽ നിങ്ങൾ എത്ര സബ്ജക്ട് നോളജ് ഉണ്ടെന്നോ, എല്ലാവരുടെയും മിത്താണ്, ഒരു മിഥ്യാധാരണയാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇത് സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ നല്ല സബ്ജക്ട് നോളജ് ഉള്ള ആൾക്കാർക്ക് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഞാനൊക്കെ ആദ്യ കാലങ്ങളിൽ ക്വാളിഫൈ ആകുന്ന സമയത്ത് ആ 2020, 2021 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 18 to 21 കാലഘട്ടങ്ങളിൽ അത്രയും സബ്ജക്റ്റിന് ഡിമാൻഡുള്ള ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ 190 ഒക്കെ ആയിരുന്നു JRF എന്ന് പറയുന്നത്. 190, 180 ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ JRF ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് 3 ഇയർ ഒരു 6 സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 6 എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടും ഫാക്ച്വൽ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അതാണ് റിയാലിറ്റി. അപ്പൊ ഇതിലോട് വരുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സബ്ജക്ട് നോളജിന്റെ ഇതൊന്നും വെക്കാതെ നിങ്ങൾ മാക്സിമം ഒരു ഈ എക്സാം പാറ്റേണിലൂടെ പഠിക്കാൻ മനസ്സുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ഇത് കിട്ടും. കാരണം ഇതൊരു വലിയൊരു പരിപാടിയല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ഒരു മിനിമം നല്ല ക്ലാസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം പാസ്സാകും. പക്ഷെ ഇത് ഗൈഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ ഗൈഡൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ PYQ ക്വസ്റ്റ്യൻ്റെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇടുക. ഒന്ന് ഈ PYQ ക്വസ്റ്റ്യൻസിൽ നോക്കുക. ഒന്ന് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്നാണ് വന്നത്. ഇതിന്റെ ആൻസർ എന്ന് ഞാൻ പറഞ്ഞു പോകുന്നില്ല, അതൊക്കെ നമ്മൾ PYQ അതായത് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഒരു 3 വർഷം അപ്പൊ ഇത് അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ ഇത് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, പക്ഷെ ഇവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. BJP ലെഡ് ആണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഡെറൈവ് ചെയ്ത് കാണിക്കുകയാണ്. BJP ലെഡ് ആണ്. ഈ BJP ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അവിടെ ഭരിച്ചിട്ടുള്ളത്? BJP ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അവിടെ ഭരിച്ചിട്ടുള്ള? ഈ 2014 എന്തായാലും ഓപ്ഷൻ ഇല്ലല്ലോ. അതിനു മുമ്പ് എപ്പോഴൊക്കെയാണ് ഭരിച്ചിട്ടുള്ളത് BJP എപ്പോഴൊക്കെയാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്? ചാറ്റ് ബോക്സിൽ പറയാം. എപ്പോഴൊക്കെയാണ് ഭരിച്ചിട്ടുള്ളത് BJP? 2014 മുമ്പ് എപ്പോഴൊക്കെയാ? BJP ഭരിച്ച ഇതൊക്കെ മറന്നുപോയോ? പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസിനൊന്നും ഓർമ്മയില്ലേ? വാജ്പേയി ഏത് സമയത്താണ് ഉണ്ടായിരുന്നത്? 2005 കഴിഞ്ഞു. 1999 തൊട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ കാർഗിൽ വാർ സമയത്തൊക്കെ ഇല്ലായിരുന്നോ? അപ്പൊ നമുക്ക് ആകെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു BJP ലെഡെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ 2007 ഇതും എടുത്തു കളയാം. 2005 എന്തായാലും വരാം. 2005 അടുത്തൊരു ഗവൺമെന്റ് സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പം 2007 എടുത്ത് കളയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലെവലിലുള്ള ഇപ്പൊ നമുക്കൊരു ഹാഫ് ഇതിലേക്ക് വന്നു, 2001, 2002, അറ്റ്ലീസ്റ്റ് 2001, 2002 വരാൻ പറ്റും. ഇതിന്റെ ആൻസറിലേക്ക് നിങ്ങൾ പിന്നെ പോയാൽ മതി, നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്നതല്ല ഞാനിവിടെ പറയാൻ വരുന്നത്. ഇങ്ങനെ അതായത് ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾ BJP യിലിട്ട് എനിക്ക് അറിഞ്ഞൂടല്ലോ, അപ്പൊ ക്വസ്റ്റ്യൻ വിട്ടിട്ടങ്ങ് പോകും.
ക്വസ്റ്റ്യൻ വിട്ടിട്ട് പോകും. അവിടെ ഒരു എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കൂല. പക്ഷെ ഇവിടെ ലൂപ്പ് ഹോൾ ഉണ്ട്. BJP ഭരിച്ച കാലഘട്ടമെങ്കിലും നോക്കിയാൽ ചിലപ്പം ഇതൊക്കെ ശരിയാകും. അപ്പൊ അങ്ങനെയാണ് ഇത് ശരിയാക്കണം. ഇനി അടുത്ത ഇതിലേക്ക് പോകാം. മ്യാൻമാർ, ബംഗ്ലാദേശ്. ഈ മ്യാൻമാർ ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡർ നമ്മളെ സിലബസുമായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷനും ഇല്ല. സിലബസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം റിവറിന്റെ ക്വസ്റ്റ്യൻ. ഈ മ്യാൻമാർ ബംഗ്ലാദേശ് എങ്ങനെയാണ് കണക്ട് ആകുക? പക്ഷെ നമ്മൾ പലപ്പോഴായിട്ട് ഇൻഡസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മ്യാൻമാറും ബംഗ്ലാദേശുമായിട്ട് അല്ലെങ്കിൽ ഏത് റിവറാണ് ഇതിനെ ഇതാക്കുന്നത്? നമ്മൾ ഇൻഡസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബ്രഹ്മപുത്രനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേൾക്കാത്ത രണ്ടെണ്ണം മെക്കോങ് ആണ്. മെക്കോങ്ങും നാഫും ആണ്. മെക്കോങ്ങും കുറച്ച് ആൾക്കാർ കേട്ട് കാണും. മെക്കോങ്ങും ഇന്ത്യയും അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നതാണ്. പക്ഷെ ഒരിക്കലും ബ്രഹ്മപുത്ര, ഇൻഡസ്, മെക്കോങ് പോലെ നാഫ് എന്നൊരു പേര് ഒരാൾക്ക് പെട്ടെന്ന് എടുത്ത് ഓപ്ഷൻ ഇടാൻ പറ്റുമോ? ഒരു ഒരു ക്വസ്റ്റ്യൻ മേക്കർക്ക് പെട്ടെന്ന് ആലോചിച്ച് കണ്ട്, അല്ലെങ്കിൽ ഗംഗ എന്നിട്ടൂടെ, കാവേരി എന്നിട്ടൂടെ, യമുന എന്നിട്ടൂടെ, അങ്ങനെ ഏതെങ്കിലും ഇടാനുള്ള സ്ഥലത്ത് നാഫ് എന്ന പേര് എടുത്തിടാൻ പറ്റുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? പെട്ടെന്ന് ഒരാൾക്ക് ഓപ്ഷൻ എടുത്തിടാൻ പറ്റുന്ന പേരായിട്ട് നാഫ് തോന്നുന്നുണ്ടോ? സോ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് എത്താം. ഇങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താം. അതായത് ഇങ്ങനെയാണ് ഞാൻ പറയുന്ന രീതി. നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഫാക്ടറേ ആകുന്നുള്ളൂ. നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻ ശരിയാക്കാം. 40നും 50നും ഇടയിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ ശരിയാക്കാം. അതിന് അപ്പുറം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ശരിയാക്കണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾസ് അറിഞ്ഞിരിക്കണം. ആ ലൂപ്പ് ഹോൾസ് ഈ ഇത്രയും കാലം PYQസിൽ വന്ന കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ PYQസിന്റെ സെഷനും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നത്. ഞാൻ ഇപ്പൊ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. അതിനനുസരിച്ച് ഇപ്പൊ ഇതിൽ ജോയിൻ ആയ ആൾക്കാരുണ്ട്, ജോയിൻ ആകാത്ത ആൾക്കാരുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നോക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഇങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണ്, അല്ലാതെ സബ്ജക്ട് നോളജ് മാത്രം കൊണ്ട് നമ്മൾ ഇതാവുന്ന എക്സാം അല്ല. ഇനി ഇതെല്ലാം പറഞ്ഞിട്ടും എന്തൊക്കെയാണ് 2025 ഡിസംബറിൽ സംഭവിച്ചത്? 2025 ഡിസംബറിൽ എന്താണ് സംഭവിച്ചത്? ക്വസ്റ്റ്യനിൽ ഒന്ന് നല്ല യൂണിറ്റ്സ് അല്ലെ കോർ യൂണിറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ്സ് ഉണ്ട്. ലൈക്ക് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്, പൊളിറ്റിക്കൽ തിയറി, അവിടെ നിന്നൊക്കെ ഏറ്റവും കുറവ് ക്വസ്റ്റിനെ ചോദിച്ചുള്ളൂ. പബാഡ് ക്വസ്റ്റ്യനിൽ ഏതോ ഒന്നോ രണ്ടോ മെൻഷൻ ചെയ്ത് പോയുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നല്ല യൂണിറ്റ്സ് നിന്ന് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. പിന്നെ ലോ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എക്സാക്ട് ഡേറ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇന്ന ഡേറ്റിലാണോ ഈ കാര്യം സംഭവിച്ചത്, അങ്ങനെയൊക്കെയുള്ള വളരെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വന്നു. അതായത് 2 വർഷത്തിന് ശേഷമാണ് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ തിരിച്ചു വരുന്നത്. സോ അടുത്ത വർഷം വേറെ ഏതെങ്കിലും ഒരു പുതിയ ക്വസ്റ്റ്യൻ ടൈപ്പ് വരാം. പക്ഷെ അന്നും നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ അവസാന നിമിഷങ്ങളിലെ ചേഞ്ചുകളൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതിരിക്കുകയും അവസാന നിമിഷം ഫാക്ച്വലിനൊക്കെ മാറ്റി വെക്കുകയും ചെയ്യുമ്പോഴാണ്, ഞാൻ പിന്നെ പഠിച്ചോളാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യനും ചോദിക്കും. ലൈക്ക് ഷിംല അഗ്രിമെന്റ് ആരാണ്, ടാഷ്കന്റ് അഗ്രിമെന്റ്, ഇൻഡസ് വാട്ടർ, ഇൻഡോ ന്യൂക്ലിയർ, ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കാണും. ആൻസർ ഒന്നും ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, അതിനുള്ള സെഷൻ അല്ല ഇത്. അതായത് നിങ്ങൾ പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഞാൻ പറയുന്നത് സിമ്പിൾ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ശരിയാകേണ്ട ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ശരിയാകേണ്ട ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് 55നും 65നും ഇടയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 55നും 65നും ഇടയിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം ഈ ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറിലാണ് കുറെ ആൾക്കാർക്ക് തെറ്റുപറ്റിയത്. കുറെ ആൾക്കാർക്ക് തെറ്റുപറ്റിയത്. അപ്പൊ അങ്ങനെ വരികയും നമ്മൾ പറയുന്ന ലെവൽ ഓഫ് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മളെ ടോപ്പേഴ്സ് സ്റ്റോക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ, ടോപ്പേഴ്സ് സ്റ്റോക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ടോപ്പേഴ്സ് സ്റ്റോക്കിൽ പ്രധാനമായും സംസാരിച്ച രണ്ടുപേരും പറഞ്ഞ കോമൺ പോയിന്റ് മെറ്റീരിയൽസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ, ഗൈഡൻസിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതായത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ഇത് കുറച്ചും കൂടെ പഠിക്കണ്ടേ എന്ന് തോന്നും. പക്ഷെ ആക്ച്വലി ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കണം നിർബന്ധമില്ല. ഇപ്പൊ ഈ ക്രോണോളജിക്കൽ ഓർഡർ ഇപ്രാവശ്യം ചോദിച്ചു, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചോദിച്ചു, ലോക്സഭാ സ്പീക്കേഴ്സ് ചോദിച്ചു, ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചു, ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ചോദിച്ചു, അറ്റോർണി ജനറൽ ചോദിച്ചു, ഇനി കുറെ ക്രോണോളജി ചോദിച്ചു. ഇതെല്ലാം ഞാൻ ഈ പറയുന്ന ഇതെല്ലാം നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. ഇനിയും ക്രോണോളജി വന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ മെറ്റീരിയൽ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മെറ്റീരിയൽ നമ്മൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ആരുടെയും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഈ മെറ്റീരിയൽ ഉണ്ടായിരുന്ന, കോൺസ്റ്റിറ്റ്യൂഷന്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ എവിടെയാണ് ഈ നമ്മൾ പറയാത്ത കാര്യങ്ങൾ, ഞാൻ അതും കൂടെ പറയാം. പറഞ്ഞ എന്ത് കാര്യങ്ങൾ വന്നില്ല എന്നും കൂടെ പറയണമല്ലോ. എല്ലാം ഞാൻ പറഞ്ഞു വന്നാൽ ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ എടുത്ത് നടക്കാവൂല.
ഞാൻ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ വന്നില്ല കഴിഞ്ഞ, അതും നിങ്ങൾ അറിയണം. ഈ നമ്മൾ കഴിഞ്ഞ 2-3 വർഷം അനാലിസിസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ടെററിസ്റ്റ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, ടെററിസം എന്ന് പറയുന്ന ടെററിസ്റ്റ് ഇൻസിഡൻസ് ഉണ്ട്. ടെററിസ്റ്റ് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് ബോംബിങ്സിന്റെ ഒക്കെ. ഇപ്പം 2001 അൽ-ഖ്വയ്ദ ഇഷ്യൂ, അതുപോലെ മുംബൈ അറ്റാക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഈ 2 സൈക്കിളിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. ആക്ച്വലി അതിന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയും ചെയ്തോളൂ, വലിയ ക്വസ്റ്റ്യൻസ് വന്നില്ല. രണ്ടാമത്തെ കേസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നേ ക്വസ്റ്റ്യൻ വന്നില്ല. അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു യൂണിറ്റ് സിലബസിൽ തന്നിരിക്കുന്നു, ആ യൂണിറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനെങ്കിലും വരണ്ടേ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ബുക്കിന്റെ പേരുകളോ ചെറുതായിട്ട് മെൻഷൻ ചെയ്തു പോയിട്ടുള്ള പേരുകളോ ആണ്. അതൊരു നമുക്കൊരു പ്രോപ്പറായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വന്നെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ റെലവൻസ് അല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഒരു പ്രധാനമന്ത്രി എവിടെയോ 2017 പോയി അപ്പോഴുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നു. ഈ വുഡ്രോ വിൽസൺ ഇവിടെ എഴുതിയിട്ടുണ്ട്, വുഡ്രോ വിൽസൺ 14 പോയിന്റ്സ് പറഞ്ഞ ഡേറ്റ് വന്നു. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ഒപ്പിട്ട ഡേറ്റ് വന്നു. പിന്നെ ഈ ഒരു ഫ്രഞ്ച് അസംബ്ലി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം പിന്നീട്, ഫ്രഞ്ച് അസംബ്ലിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും ചോദിക്കാത്ത ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. അവിടെയൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ എറർ ആണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിന് മുമ്പേ ഇല്ല. അങ്ങനെ ഒരു സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സിലബസിൽ ഒട്ടും മാച്ച് ആവാത്ത ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രത്തോളം വേരിയേഷൻസ് ഈ ക്വസ്റ്റ്യൻസിലുണ്ട്. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺവെൻഷനലായിട്ടും പുതിയ ഇതും വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എക്സാം ചോദിക്കുന്നതിന്റെ 70% ക്വസ്റ്റ്യനും എഴുതാൻ പറ്റും. ആ 70% ക്വസ്റ്റ്യൻ മതി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ. അത് കഴിഞ്ഞ് പേപ്പർ 1ന്റെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ പോകും. ഇവിടെ രണ്ടിന്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പേപ്പർ 1നും പേപ്പർ 2നും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരേ ഒരു റിക്വസ്റ്റ്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നല്ല പാടാണ്. ഞാൻ എൻ്റെ ആദ്യ സെഷൻസിൽ ഇതിനു മുമ്പ് എന്നോട് സംസാരിച്ചുള്ള ആൾക്കാർക്ക് ഞാൻ പറയാം, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു 10 ദിവസം പഠിച്ചു, ഒരു 2 ദിവസം പഠിക്കാൻ പറ്റിയില്ല. പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് ഈ സിലബസുമായിട്ട് ഒരു ടച്ച് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യണം. ഇതാണ് ഞാൻ കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും 10 മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 അവർ പഠിക്കാൻ പറ്റുക, നല്ല പൊട്ടൻഷ്യൽ ആയിട്ട് പഠിക്കാൻ പറ്റുക, ഡെയിലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു കൺസിസ്റ്റൻസി 3 മാസം, അറ്റ്ലീസ്റ്റ് ഒരു 2.5 മന്ത് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഗെയിൻ ആവും. പിന്നെ രണ്ടാമത്തെ സീൻ പ്രഷറാണ്. ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചധികം എല്ലാവർക്കും ഒരേപോലെ ആവുന്ന സംഭവമല്ല, എല്ലാവർക്കും ഒരേപോലെ ഫീൽ ചെയ്യുന്ന സംഭവമല്ല പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ എനിക്കൊരു കാലഘട്ടത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരു എക്സാം എഴുതുമ്പോൾ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു സ്റ്റുഡന്റ് വന്നിരിക്കുമ്പോഴും അനുഭവിക്കും എന്ന് എനിക്ക് മനസ്സിലാകുന്ന ആളാണല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെ കൊണ്ടും അതുപോലെ വേറെ മെന്റേഴ്സിനെ കൊണ്ടൊക്കെ വിളിപ്പിച്ചും, അതല്ലാതെ നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞും, അങ്ങനെ മെന്റർഷിപ്പുകൾ പ്രോപ്പറായിട്ട് കിട്ടിയാണ് നിങ്ങൾ പോവുക. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോഴെങ്കിലും എക്സാംസ് നടത്തുകയും ആ എക്സാംസിനിടയിൽ ഒരു മെന്റർഷിപ്പ് തരികയും ഗൈഡൻസ് ഉണ്ടാവുകയും 1-to-1 മെന്റർഷിപ്പ് ഉണ്ടാവുകയും ചെയ്യും. സോ മാക്സിമം നിങ്ങൾക്ക് ഇതിൽ കൺസിസ്റ്റൻസിയും നമ്മളോട് സഹകരണം മാത്രമാണ് നിങ്ങൾ ചെയ്തു തരേണ്ട കാര്യം. ഇനി എന്തെങ്കിലും ഈ സിലബസുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ, ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്, അതെങ്ങനെ അഡ്രസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സർ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം എങ്ങനെയാ, അതിന്റെ മെറ്റീരിയൽസ് എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? അതാ അന്ന് എടുക്കുന്ന ക്ലാസ്സിന്റെ അന്ന് മെറ്റീരിയൽ തരുവാണോ? അങ്ങനെ അതിനെ പറ്റിയിട്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ശ്രീകുട്ടി. അതെ അതെ. അന്നന്നത്തെ നോട്ട്സ് അന്നന്ന് തരും. രണ്ടാമത്തത് നമ്മൾ ഡെയിലി ലൈവ് ഉണ്ടാവും. ഡെയിലി ലൈവ് ഇപ്പം ചിലപ്പം പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും ക്ലാസ്, ചിലപ്പം ജനറൽ പേപ്പർ ആയിരിക്കും ക്ലാസ്. എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. ആ ലൈവിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. പക്ഷേ ചില ആൾക്കാർക്ക് ലൈവ് കേൾക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് റെക്കോർഡ് കേൾക്കാം. എങ്ങനെ റെക്കോർഡ് കേൾക്കാം? ഇതിന്റെ തന്നെ റെക്കോർഡ് ഉണ്ടാവും. നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നില്ല, ഇത് തന്നെ റെക്കോർഡായിട്ട് വരും. നമ്മുടെ ആപ്പിലാണ്, ഇതിപ്പോ സൂമിലാണ്, ഇത് സൂമിലല്ല നമ്മൾ നടത്തുക, നമ്മുടെ ആപ്പ് ഉണ്ട്. ആ ആപ്പിലായിരിക്കും നിങ്ങൾക്ക് വരിക. എല്ലാ ദിവസത്തെയും അന്നത്തെ ലൈവ് ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡുകളും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എക്സാംസ്,
ഒരു 2 വീക്സ് കഴിയുമ്പോൾ തന്നെ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. ലൈക്ക് എല്ലാം പഠിപ്പിച്ച് തീർത്തിട്ട് നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് 100% പഠിച്ചിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതി നമുക്കില്ല. അങ്ങനെ ഒരാളും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയുമില്ല. നിങ്ങൾക്കൊരു ഹാഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നിട്ട് അപ്പോൾ തന്നെ എക്സാം തുടങ്ങും. നിങ്ങളൊരു മിനിമം സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സാം തുടങ്ങും. ആ എക്സാമുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കുറച്ചെങ്കിലും പെർഫോം ചെയ്ത് പതിയെ പതിയെ നിങ്ങൾ ബിൽഡ് ചെയ്ത് വരും. അതല്ലാതെ എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല. അങ്ങനെ അല്ല ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് വർക്ക് ചെയ്യുക. സോ ഡെയിലി ലൈവ് ഉണ്ടാവും, ലൈവിന്റെ തന്നെ റെക്കോർഡ് ഉണ്ടാവും. അത് ഒരു 2 വീക്ക് കഴിയുമ്പോൾ എക്സാംസും ഉണ്ടാവും. എക്സാം സ്റ്റാർട്ട് ആകുമ്പോൾ വീണ്ടും 2 വീക്ക് കഴിയുമ്പോൾ അടുത്ത എക്സാംസ്. പിന്നെ ലാസ്റ്റ് 1 മന്ത് എന്ന് പറഞ്ഞാൽ എക്സാംസ് ആയിരിക്കും, ഫുൾ എക്സാംസ് ആയിരിക്കും. ഡെയിലി റിവിഷൻ ക്ലാസ്സും എക്സാംസും ആയിരിക്കും ഉണ്ടാവുക. ഒരു ലാസ്റ്റ് 1 മന്ത് നിങ്ങൾ ഒരു 8 എക്സാമെങ്കിലും മിനിമം എഴുതേണ്ടി വരും. 100 ഉള്ള ഒരു 8 എക്സാമെങ്കിലും എഴുതേണ്ടി വരും. പിന്നെ അല്ലാതെ തന്നെ പേപ്പർ 1ന്റെ എക്സാംസ് എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ന് മുതലാ ഡെയിലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ട്യൂസ്ഡേ ആണ് വിചാരിക്കുന്നത്. ട്യൂസ്ഡേ ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ നിലവിൽ ഒരു പ്രശ്നം ഉള്ളത്, നോമ്പായതുകൊണ്ട് ആ ഒരു 7 എന്നുള്ള ടൈം കുറച്ച് ചേഞ്ച് ആവും. 7:30 ഇപ്പൊ തന്നെ 7:30 വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 7:30 8 ആയി. സാധാരണ യൂഷ്വലി 7 ആണ്. 7 6:30 ഞാൻ ക്ലാസ് എടുക്കാറ്. പക്ഷെ ഇപ്പം റംസാൻ നടക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 7:30 അല്ലെങ്കിൽ 7:45 ഇടയ്ക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. 1 അവർ കൂടുതൽ ക്ലാസ് ഉണ്ടാവില്ല, മാക്സിമം 1 അവർ. അപ്പൊ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും എളുപ്പമായിരിക്കും. അതിന്റെ ഒരു റീസൺ അത്രേ ആ ഒരു ടോപ്പിക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. 1 അവർക്ക് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ടോപ്പിക്കുകൾ വളരെ കുറവാണ്. ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അപ്പൊ ഞാൻ ഓരോ ആ, ഇപ്പൊ എന്താണ് ഈ ലൈൻ ബൈ ലൈനും അല്ല, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ലൈൻ ബൈ ലൈൻ സിലബസ് 1 തുടങ്ങി കറക്റ്റ് ആ 1 തീർത്ത്, സിലബസ് അല്ലെങ്കിൽ യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 2 തുടങ്ങി യൂണിറ്റ് 3 അങ്ങനല്ല. ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് എന്താണോ എക്സാമിന് ഹയസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്, നിങ്ങൾ ആദ്യമേ പഠിച്ചു വെക്കേണ്ടത്, അതായിരിക്കും ആദ്യത്തെ ക്ലാസ്സുകളിൽ തരിക. ആദ്യത്തെ ഒരു 2 വീക്സിലെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടി. പിന്നെ എല്ലാവരുടെ കയ്യിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എടുക്കുമ്പോൾ ലക്ഷ്മികാന്ത് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ലക്ഷ്മികാന്തിന്റെ 6th എഡിഷനോ 7th എഡിഷനോ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ലേറ്റസ്റ്റ് എഡിഷൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. 6th 7th ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. വേറെ നിങ്ങൾക്ക് ബുക്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ബുക്ക് നോക്കണം എന്ന് തോന്നുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയും. ഏതെങ്കിലും ഗൈഡുകൾ വായിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ കുറെ ഗൈഡുകളുണ്ട്, അത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ? ഗൈഡുകൾ വായിക്കണോ? അങ്ങനെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിനൊരു ക്ലാരിറ്റി കൂടെ തരാം. ഗൈഡുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു PGയോ ഇലാബറേറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. അത് എടുത്ത് വെച്ച് OP ഗോബയൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തൊട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരുപാട് പഠിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, 20 ടോപ്പിക്സ് ഉള്ളതിൽ ആകെ 2 ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ സമയം എത്രയാണ് നഷ്ടം? സോ ഞാൻ ചെയ്യുന്നത് എല്ലാ ടോപ്പിക്കിന്റെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നോട്ട്സ്, എന്നാൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന നോട്ടായിരിക്കും. അതായത് ഒരാളുടെ ലൈഫ് ജേർണി മുഴുവൻ പഠിക്കേണ്ട നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ. നിങ്ങൾക്ക് ഒരു മിനിമം സ്റ്റഡി ഉണ്ടെങ്കിൽ അത് പറ്റും. പ്ലേറ്റോ ജനിച്ചത് മുതൽ ഇങ്ങ് അറ്റം വരെ പഠിക്കേണ്ട പ്ലേറ്റോയുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തിയറീസ് പഠിപ്പിക്കും, അതുപോലെ ലൈഫ് ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിപ്പിക്കും. അങ്ങനെ തന്നെ ഒരു 3 to 4 അല്ലെങ്കിൽ 5 പേജസ് ആയിരിക്കും ഒരു ടോപ്പിക് ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ചിലതിനൊക്കെ ഒരൊറ്റ പേജിലൊക്കെ നിർത്താൻ പറ്റും. പിന്നെ തിയറി അറിഞ്ഞൂടാത്ത ചില ആൾക്കാരുണ്ട്, തിയറി ഒട്ടും ഇതില്ലാത്ത ആൾക്കാരുണ്ട്, ഭയങ്കര ഗ്രിപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കൂടെയാണ് നമ്മൾ തിയറി ബേസിൽ നിന്നായിരിക്കും ക്ലാസ് എടുത്ത് തുടങ്ങുക. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും തിയറി ക്ലാസ്സുകൾ തുടങ്ങുക. പിന്നെ കാണാതെ പഠിക്കാനുണ്ട്, അതാണ് റിയാലിറ്റി. ഇപ്പോഴത്തെ എക്സാംസിന് കാണാതെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കാണാതെ പഠിക്കാൻ തയ്യാറായി തന്നെ വരണം. ചില ഏരിയാസ് കാണാതെ പഠിച്ചേ പറ്റൂ. അതായത് എനിക്ക് ഒരിക്കലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ടോപ്പിക്സ് വന്ന്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ 50-55 ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ആ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ ഞാൻ വന്നിരുന്ന് ഇലാബറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ചീഫ് ജസ്റ്റിസിന്റെ ഒരു ലിസ്റ്റ് തന്നാൽ നിങ്ങൾ അത് പഠിക്കുക എന്നുള്ളതാണ്. അത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അത് കുറേ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഏരിയാസിൽ നമ്മൾ എവിടം വരെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കും. കഴിഞ്ഞ വർഷം അതിനൊക്കെ നല്ല ഡിമാൻഡാണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് നമ്മൾ 1 മന്ത് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പാളിപ്പോയ ഒരു ഏരിയ ഈ ചില യൂണിറ്റ്സ് ചോദിച്ചില്ല എന്നുള്ളതാണ്. ആ യൂണിറ്റ്സ് ചോദിക്കാത്തതിന് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കയ്യിലേ അല്ല, ഒരു യൂണിറ്റ് ചോദിക്കില്ല, സിലബസിന്റെ ഒരു യൂണിറ്റ് ചോദിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ആ ഒരു ഏരിയയിൽ വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. പക്ഷെ നമ്മൾ എന്നാലും
ഇത്രയും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് കൊള്ളുക, ഒരു കേരളത്തിൽ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുക വളരെ റെയറാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പൊളിറ്റിക്കൽ സയൻസ്, വേറെ സബ്ജക്റ്റ് ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ചാറ്റ് ബോക്സ്? സോ നമുക്ക് ട്യൂസ്ഡേ തൊട്ട് ക്ലാസ് തുടങ്ങാം. മാക്സിമം ലൈവ് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ബാച്ചിൽ 30 പേരുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇതുവരെ 12 പേരെ വന്നിട്ടുള്ളൂ. കൂടാം ചിലപ്പോൾ ഇത് തന്നെ നിലനിൽക്കാം. കഴിഞ്ഞ വർഷം 30 പേരുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട്. മേ ബി അവർ ജോയിൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഇത്ര പേരെ കാണും. നമ്മുടെ എണ്ണമല്ല നമ്മൾ നോക്കുക, ഈ കിട്ടുന്ന ആൾക്കാർ, അതായത് വരുന്ന ആൾക്കാർക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഇത് ബാച്ചാണ്. കഴിഞ്ഞ ബാച്ചിലെ കുറച്ച് ആൾക്കാരും ഉണ്ട്, കഴിഞ്ഞ ബാച്ചിലെ കുറച്ച് ആൾക്കാരും കൂടെ അല്ലാതെ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ബാച്ചിലാണ് 10-12 പേരായത്. ചിലപ്പോൾ ഇനി വരും, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി അഡ്മിഷൻസ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല, നോക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടില്ലേ? ഒരു എക്സാമിന്റെ റിയാലിറ്റിനെ കുറിച്ച് ബേസിക് ഐഡിയ കിട്ടിയിട്ടില്ല? എല്ലാവരും ഒന്ന് ഇത് പറയണേ. എല്ലാവരും ഒന്ന് ഓക്കെ ആണെങ്കിൽ പറയണേ, ഒരു ബേസിക് ഐഡിയ ആയിട്ടുണ്ട് എന്നുള്ളത്. സിലബസ് ഇത്രയുണ്ട്, സിലബസിൽ പൊളിറ്റിക്കൽ സയൻസ് ഇത്രയുണ്ട്. പേപ്പർ വണ്ണിൻ്റെത് വേറെ തരും, പേപ്പർ വണ്ണിൻ്റെത് വേറെ തന്നെ തരും. പിന്നെ മെന്റർഷിപ്പ് 1-2 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പം ജോയിൻ ആയിട്ടുള്ള എല്ലാവർക്കും മെന്റർഷിപ്പ് തരും. 1-to-1 ആയിരിക്കും. 1-to-1 മെന്റർഷിപ്പ്, അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒരാൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, ഇപ്പം എക്സ് ഓർ വൈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, ആ മെന്റർഷിപ്പ് ആദ്യം ഞാൻ തന്നിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുക. അപ്പം ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ക്ലാസ് ഇൻ ബിറ്റ്വീൻ ക്ലാസ്സുകളുടെ ഇടയിൽ എനിക്ക് മെന്റർഷിപ്പ്, നമുക്ക് എപ്പോഴെങ്കിലും ഒരു 1 വീക്കിനുള്ളിൽ മെന്റർഷിപ്പ് കഴിയും. അപ്പം ഒരു 10-20 മിനിറ്റ് നിങ്ങളെ സംസാരിച്ച ഒരു ഐഡിയ എനിക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ എക്സ് എന്ന് പറയുന്ന ആളാണ് ചാറ്റ് ബോക്സിൽ പറയുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ്, ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും വർക്ക് ആകുന്നത്. ഞാൻ കോമൺ സ്ട്രാറ്റജീസ് പറയും, പക്ഷേ ഇൻഡിവിജ്വലി വേറെ സ്ട്രാറ്റജീസ് പറയും. ഇന്ന ആൾക്ക് ഇന്നത് ചെയ്താലായിരിക്കും ചിലപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് നല്ല കണക്ഷൻ വെച്ചിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ഇന്ന് തന്നെ നമ്മുടെ ആപ്പിലേക്ക് ആക്സസ് തരും. അതിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയും. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആക്സസ് എടുത്തിട്ട് ട്യൂസ്ഡേയോട് കൂടി ക്ലാസ് തുടങ്ങും. ഇനി ആപ്പിലായിരിക്കും ക്ലാസ്, ഇനി സൂമിലൊന്നും ക്ലാസ് കാണത്തില്ല, അല്ലെങ്കിൽ സൂമിലൊന്നും ഇങ്ങനെ സെഷൻ കാണത്തില്ല. ഞാൻ ജനറൽ സെഷൻസ് മാത്രമാണ് സൂമിൽ വെക്കുക, അതായത് പുറത്തും കൂടെ ഉള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടാനാണ് ഇത് വെക്കുക. അപ്പോൾ അല്ലെങ്കിൽ റെക്കോർഡൊക്കെ പുറത്ത് കൊടുക്കാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് വെക്കുക. മറ്റേത് റെക്കോർഡൊക്കെ ആപ്പിൽ മാത്രമേ അവൈലബിൾ ആവും. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അപ്പോൾ തൽക്കാലത്തേക്ക് പിരിയാം. ഇന്ന് നമുക്ക് ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും സിലബസ്, അറ്റ്ലീസ്റ്റ് സിലബസ് ഒരു പ്രിന്റ് എടുത്ത് എവിടെയെങ്കിലും വെച്ചിരിക്കുക. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരു പ്രിന്റ് എടുത്ത് തൊട്ടടുത്ത് വെച്ചിരിക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെച്ചിരിക്കുക. അത് ഈ എക്സാം തീരുന്നത് വരെയും ആ സിലബസ് നിങ്ങളുടെ കയ്യിൽ വേണം. അതൊരു കോൺഫിഡൻസ് ആണ്. ഈ സിലബസിന്റെ ഇന്ന ഏരിയാസ് ഞാൻ കുറച്ച് കവർ ചെയ്ത് വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പഠിത്തത്തിനേക്കാളും, അതായത് നിങ്ങൾ എത്ര പഠിച്ചു എന്നതിനേക്കാളും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയാകുന്നതിന്റെ അളവ്. ചില ആൾക്കാർക്ക് ലക്ക് കൊണ്ട് ശരിയാവും, ചില ആൾക്കാർക്ക് നല്ല സബ്ജക്ട് നോളജ് ഉള്ളത് കൊണ്ട് ശരിയാകും, ചില ആൾക്കാർക്ക് ഓപ്ഷൻസ് 2 അറിയാം 2 അറിഞ്ഞൂടാ, അങ്ങനെ 50-50 വന്ന് ശരിയാവും. ഇങ്ങനെയൊക്കെ കുറെ ശരിയാകലിന് തന്നെ കുറെ തിയറീസ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരാൾക്ക് ശരിയാകുന്നത്, ഒരാൾക്ക് തെറ്റുന്നത്, ഇതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെന്റർഷിപ്പ് ഒക്കെ വെക്കുന്നത്. സോ മാക്സിമം ആദ്യത്തെ 2 വീക്കിലെ ക്ലാസ് ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ പിന്നെ ഇനി വരുന്ന എക്സാംസുകൾ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ? സോ അപ്പൊ നമുക്ക് ട്യൂസ്ഡേ കാണാം. ട്യൂസ്ഡേ എല്ലാവരും ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഗ്രൂപ്പിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.